ഇന്ന് ഉപ്പയും ഉമ്മയും ഏട്ടത്തിയും ഒക്കെ എൻ്റെ വീട്ടിലേക്ക് കൂടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ രാവിലെ തന്നെ പണികളൊക്കെ ഒക്കെ ഒന്ന് ഒരുക്കി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡ് എന്താ, സ്നാക്സിന് എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അവർക്ക് ഇഷ്ടമുള്ളതും എന്നാൽ വലിയൊരു മെനക്കേടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ ഒന്ന് സോക്ക് ചെയ്തൊക്കെ വെക്കണമല്ലോ ബട്ടർ മിൽക്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. ഇത് ഞാൻ നേരത്തെ തന്നെ വീടെല്ലാം ക്ലീനാക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണികളും അങ്ങനത്തെ ക്ലീനിങ് പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ വൈകുന്നേരം അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൽത്തപ്പല്ലേ കുക്കറിൽ ഉണ്ടാക്കുന്നത്, അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ വൈകുന്നേരമായി അവർ വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പയമ്മയും വന്നപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള ചീരയും പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരം പിന്നെ തീരെയില്ല. ഞാനിതാ വേഗം ചായ ഒക്കെ എടുക്കുകയാണേ. നമ്മളെ കലത്തപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ കണ്ടുപോയിക്കോ. അല്ലാതെ നമ്മളെ പിസ്സ, അങ്ങനത്തെ ചിക്കൻ റോള്, കട്ട്ലറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ഉപ്പാക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇതും കുറേ കഴിക്കൊന്നുമില്ല, എന്നാലും ഒരു പീസൊക്കെ ഇങ്ങനത്തതൊക്കെ കഴിക്കും. വൈകുന്നേരം ആയപ്പോഴത്തേക്കും റഫീഖയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇത് രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുക. ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനും എന്തെങ്കിലും ഒരു സാലഡും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പൊറോട്ട പിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് റഫീഖാനോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊക്കെ ഒന്ന് എടുക്കട്ടെ. ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ പൗഡറും കാര്യങ്ങളും എല്ലാം. ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളേ. അതായത് കോട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കോട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മളെ അവക്കാഡോ, ആപ്പിള്, ക്യാരറ്റ് അങ്ങനത്തെ കുറച്ച് സ്വീറ്റ് കോൺ അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് ഒരു ഹെൽത്തി സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ സെറ്റായിട്ട് ഞാൻ ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കനും സംഭവങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോ.